ചെങ്കോട്ട സ്ഫോടനത്തെ സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മെഡിക്കൽ ബിരുദം കരസ്ഥമാക്കി ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരായി പ്രാക്ടീസ് ചെയ്യുന്നവരുടെ ചിലരുടെ ഈ ഭീകര സംഘടനകളുമായുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഫരീദാബാദ് പുൽവാമ ഭീകര മോഡ്യൂളിലെ ചിലർക്കാണ് ഇത്തരം ബന്ധങ്ങൾ കണ്ടെത്തിയിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്തുവാനാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി CBI, NIA, ഡൽഹി പോലീസ് എന്നീ ഏജൻസികൾ രാജ്യ തലസ്ഥാനത്ത് ആശുപത്രികളോട് 4 വിദേശ രാജ്യങ്ങളിൽ നിന്ന് മെഡിക്കൽ ബിരുദം കരസ്ഥമാക്കിയതിന് ശേഷം ഈ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്ന, അതായത് ഡൽഹിയിൽ ഈ മെഡിക്കൽ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുന്നവരെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ തേടിയിരിക്കുന്നത്. ഇതിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, UAE എന്നിവിടങ്ങളിൽ നിന്ന് മെഡിക്കൽ ബിരുദം നേടിയവരെ സംബന്ധിച്ചുള്ള സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ തേടിയിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഇവിടെ നിന്ന് പഠിച്ചവരെ സംശയദൃഷ്ടിയിലല്ല നോക്കുന്നത്, മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുന്നുവെന്നാണ് അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. പ്രധാനമായും ഈ ആശുപത്രികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അവരുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചുള്ള ഈ മറ്റ് വിശദാംശങ്ങൾ, ആശുപത്രികൾക്ക് ലഭ്യമായിട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ എന്നിവ കൈമാറുവാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡാറ്റാ ബേസ് തന്നെ ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസികൾ ആലോചിക്കുന്നുണ്ട്. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മെഡിക്കൽ പഠനം പൂർത്തിയാക്കി എത്തിയവരിൽ ചിലർക്ക് ഈ സംശയാസ്പദമായ തരത്തിലുള്ള അവരുടെ ബന്ധങ്ങളും മറ്റും അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ്ങിൻ്റെ ഭാഗമായി ഈ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ, അതായത് CBI, NIA, ഡൽഹി പോലീസ് എന്നീ അന്വേഷണ ഏജൻസികൾ ശേഖരിക്കുന്നത്. എല്ലാ ആശുപത്രികൾക്കും ഇതുമായി ബന്ധപ്പെട്ട കത്ത് കൈമാറിയിട്ടുണ്ട്. ചില ആശുപത്രികൾ ഇതിനോടകം തന്നെ അവരുടെ പക്കലുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഏതായാലും ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഈ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കൈമാറാൻ വേണ്ടി ആശുപത്രികളോട് നിർദ്ദേശിച്ചിരിക്കുന്നത്.